ചർച്ച ജനാധിപത്യപരമാണ് അങ്ങ് പറഞ്ഞതുപോലെ, തീരുമാനം പക്ഷേ ജനാധിപത്യപരമല്ല എന്നൊരു വിമർശനം ശ്രീ ഇക്ബാൽ ബാബുവോട് ഉന്നയിച്ചു. ശ്രീ ഇക്ബാൽ ബാബു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ലീഗിൻ്റെ നിരീക്ഷകൻ എന്ന നിലയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ലീഗിൻ്റെ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ലീഗിൻ്റെ പ്രവർത്തകരുടെ വികാരം എന്ന പേരിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നതാണ്. എനിക്കിപ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തണം ഞാൻ. അതുകൊണ്ടാണ്, കാരണം ഈ പറയുന്ന വാചകങ്ങളെല്ലാം ലീഗിൻ്റെ ഒഫീഷ്യൽ വേർഷനാണ് എന്ന് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ. അല്ല, ആയിക്കോട്ടെ, ഞാനത് ആ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തേ ഉള്ളൂ. ജനാധിപത്യ തീരുമാനമാണ് ഈ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോഴാണ് ഞാനത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് ചർച്ചയ്ക്ക് ശേഷം ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. അവരാരും അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. രണ്ട് കൂട്ടരും ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പോസിറ്റീവായി കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നും ഞങ്ങളുടെ ചർച്ചകൾ കഴിഞ്ഞു എന്നും ഞങ്ങൾ മറ്റന്നാൾ പ്രഖ്യാപിക്കുന്നു രണ്ട് കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, എനിക്കിപ്പോൾ ഒരു ലീഗിൻ്റെ ഉന്നതനായ നേതാവ് എനിക്കിപ്പോൾ ഒരു മെസ്സേജ് അയച്ചിരുന്നു. പ്രിയപ്പെട്ട ജ്യോതികുമാർജി, ഇന്ന് ലീഗിൻ്റെ പ്രതിനിധികൾ ആരും ചർച്ചയിലില്ല. ലീഗ് നിരീക്ഷകനെ പാർട്ടിക്ക് അറിയില്ല. ആ അയച്ച ആളുടെ പേരും അദ്ദേഹം മുൻ MLA കൂടിയാണെന്ന് മാത്രം ഞാൻ പറയുന്നു. അപ്പോൾ ഞാനതൊരു ക്ലാരിറ്റി വരുത്തണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് എനിക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് വന്നത്. ഏതായാലും ഇത്തരം മെസ്സേജുകളൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. ഞാൻ എന്റെ ഭാഗം ക്ലാരിഫൈ ചെയ്താണ്. ഇപ്പൊ ഇത് ലീഗിന്റെ ഞാൻ പറയാൻ വരുന്നത് ലീഗിന്റെ ഔദ്യോഗികമായ ഒരു നിലപാടല്ല. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ലീഗിന്റെ ചരിത്രം പഠിക്കുന്ന ലീഗ് എന്റെ അവസരമാണല്ലോ. ഞാനിപ്പോ താങ്കൾ പറഞ്ഞ കാര്യം തന്നെയാണ് ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിച്ചതും. ഞാൻ അത് തന്നെയാണ് ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതും. നമ്മൾ രണ്ടുപേരും പറഞ്ഞ ഒന്ന് തന്നെയാണ്. അപ്പോൾ ലീഗിന്റെ അഭിപ്രായം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തത വരുത്തിയിട്ടുമുണ്ട്. ലീഗിനെ സംബന്ധിച്ച് അവരോട് ലീഗ് ഒരു വ്യക്തതയും വരുത്തിയിട്ടില്ല. മാത്രമല്ല, ലീഗിന് അവരുടെ രാഷ്ട്രീയ തീരുമാനം എന്താണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. അതായത് ലീഗ് അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ കാലാകാലങ്ങളിൽ പറയാതിരിക്കുന്ന, മിണ്ടാതിരിക്കുന്ന, മൂളിയിരിക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. അവരൊരു വലിയ ആശയക്കുഴപ്പത്തിലാണ്. അവർക്ക് അണികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിലേക്ക് തള്ളിവിട്ടത് കോൺഗ്രസ് ആണോ എന്നുള്ളതാണ് അവർ അണികൾ ചോദിക്കുന്നത്. അത് മാധുവിന്റെ വേർഷൻ. ഔദ്യോഗികമായി അല്ലല്ല ഇടയ്ക്ക് സംസാരിക്കാല്ലേ സുഹൃത്തെ, ഞാൻ സംസാരിക്കട്ടെ. ഔദ്യോഗികമായി ലീഗിന്റെ വേർഷൻ പറയേണ്ടത് ഇന്ന് ആ ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കന്മാർ തന്നെയാണ്. അതിൽ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ, ഒരുപക്ഷെ മാധുവിന് മാത്രം ബോധ്യപ്പെടാത്ത രീതിയിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ട് എന്നും ഇതിനെ സംബന്ധിച്ച് ചർച്ചകൾ പരിപൂർണമായി അവസാനിച്ചു എന്നും ഞങ്ങളുടെ തീരുമാനം ചൊവ്വാഴ്ച പ്രഖ്യാപിക്കുമെന്നും തങ്ങൾ സ്ഥലത്തില്ല എന്നും തങ്ങൾ വന്നതിന് ശേഷം പാർട്ടിയിൽ കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും പ്രതിപക്ഷ നേതാവും ലീഗിന്റെ നേതാവും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ചയുടെ രണ്ട് എൻഡിൽ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ്? കോൺഗ്രസും ലീഗും. കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിസ്റ്റായി അങ്ങ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നിലപാട് പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ലീഗും ഇതുപോലെ ഔദ്യോഗിക പാനലിസ്റ്റുകളെ വിടാറുണ്ട്. ലീഗിന് പക്ഷെ അത് പറയാൻ കഴിയുന്നില്ല. കാരണം ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ET മുഹമ്മദ് ബഷീർ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ഞങ്ങൾക്ക് ഈ സീറ്റ് ഏറ്റവും നിർണായകമാണ്. അതിനു മുൻപ് കഴിഞ്ഞ ദിവസം ET മുഹമ്മദ് ബഷീർ ഞങ്ങൾ കടുത്ത നടപടിയിലേക്ക് പൊയ്ക്കളയും എന്നൊക്കെയാണ്. പക്ഷെ പോവാൻ കഴിയുന്നില്ല. സീറ്റ് കിട്ടില്ല എന്നൊരു ധാരണ ഉണ്ടായി കഴിഞ്ഞു. അത് KPCC അധ്യക്ഷൻ വന്ന് പറഞ്ഞു. ശരി, അങ്ങ് പറഞ്ഞു കേട്ടോ. പ്രതിപക്ഷ നേതാവും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ മാധ്യമങ്ങൾക്ക് ഒരു ഹിന്റും കൊടുത്തില്ല. KPCC അധ്യക്ഷന് ഇതിൽ എന്ത് പറഞ്ഞാൽ എന്താ? അദ്ദേഹം നേരിട്ട് വന്ന് പറഞ്ഞു, രാജ്യസഭാ സീറ്റിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലീഗ് തീരുമാനം എടുത്ത് പറയട്ടെ എന്ന്. അതോടെ സമവായ സാധ്യത എന്താണ് എന്നുള്ള കാര്യം കേരളത്തിൽ ഈ പറയുന്ന നേരത്തെ ജയിക്ക് പറഞ്ഞതുപോലെ അത്യാവശ്യം ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്തു. KPCC അധ്യക്ഷൻ വളരെ ശുദ്ധമായി അത് പറയുകയും ചെയ്തു. അവിടെയാണ് ലീഗിന് നിലപാട് പറയാൻ പറ്റാതെ പോയത്. അങ്ങനെ ഒന്നും താങ്കൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. വ്യാഖ്യാനിച്ചാൽ ഞാൻ അതിന് മറുപടി കൃത്യമായി പറയാം. പറയട്ടെ. ഇവിടെ കൃത്യമായി KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള പല പ്രപ്പോസൽസിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടുണ്ടെന്നേ. ആ ചർച്ചയിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടായി എന്ന് പ്രതിപക്ഷ നേതാവോ ശ്രീ കുഞ്ഞാലിക്കുട്ടിയോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവർ രണ്ടുപേരും അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ പാർട്ടിയും കൂടി ആലോചിച്ചതിന് ശേഷം പറയാം. സ്വാഭാവികമായി രണ്ട് പാർട്ടിയെ സംബന്ധിച്ചും എങ്ങനെ ആലോചിക്കേണ്ടി വരുന്നു എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞു. അത് ഞാൻ വളരെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ച് ഏകശിലയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനം, ഒരു മുന്നണിയും പ്രസ്ഥാനവും അല്ലല്ലോ ഇത്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് വ്യത്യസ്ത അഭിപ്രായം ചർച്ചയുണ്ട്. അവിടെ പിണറായി വിജയന് തിരുവായ്ക്ക് എതിർവായില്ല. അതിന് മിണ്ടാതെ നിൽക്കുന്ന അണികളായി മാറപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ കാര്യം. അവിടെ നിൽക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായി മറുപടി പറയാം. ഇവിടെ ലീഗിനെ സംബന്ധിച്ചും ലീഗ് ഇന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചർച്ച കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തീരുമാനം വരട്ടെ. ഇനി ഞാൻ മുമ്പ് വന്നിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് LDF-ന്റെ പ്രതിനിധി പറഞ്ഞിട്ട് പോയ ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയട്ടെ. അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ മതനിരപേക്ഷതയെ സംബന്ധിച്ചുള്ള ഘോരഘോര സംസാരിക്കുക. സംഘപരിവാറിന് ദേശീയ തലത്തിൽ കോൺഗ്രസും BJP-യും എതിർചേരിയിലാണെന്നും കോൺഗ്രസിന് ബദൽ BJP-യും BJP-ക്ക് ബദൽ കോൺഗ്രസുമാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഈ CPM-ന്റെ ഏതെങ്കിലും ഒരു MP
ഏതെങ്കിലും ദേശീയ തലത്തിൽ CPM-ന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി ഒരു നേതാവ് BJP-ക്കെതിരായി മത്സരിച്ച് ജയിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ദേശീയ തലത്തിലുള്ള ഷെയർ എത്രയാണ്? വോട്ട് ഷെയർ എത്രയാണ്? 2.75%. നിങ്ങൾക്ക് മൊത്തത്തിലുള്ള MP-മാരുടെ എണ്ണം എത്രയാണ്? 3. അതിൽ 2 എണ്ണവും തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. മറന്നു പോകരുത്. UDF-ൽ കോൺഗ്രസിൻ്റെയും DMK-യുടെയും കൂടെ ചേർന്നുള്ള മുന്നണിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഒരു MPയെ വെച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ഞങ്ങളാണ് ബദൽ എന്നൊക്കെ പറയുന്ന പമ്പര വിഡിത്തത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ പ്രേക്ഷകർ അത് തീരുമാനിക്കട്ടെ. പിന്നെ പ്രേമചന്ദ്രനെ സംബന്ധിച്ച് പ്രേമചന്ദ്രനെ പരനാറിയെന്നും നികൃഷ്ടജീവിയെന്നും പല പേരുകൾ വിളിച്ചിട്ടുണ്ട്. പരനാറിയെന്നൊക്കെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, തുടർന്നും വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വോട്ട് ഷെയർ കൂടിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പോകാം. സംസ്ഥാനത്തെ 20 നിയോജകമണ്ഡലത്തിലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പോകാം. അദ്ദേഹത്തിന് എതിരില്ലാത്ത രീതിയിലാണ് സ്ഥാനാർത്ഥി നിർണ്ണയം പോലും വന്നിരിക്കുന്നത്. ഏതായാലും അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടും. ഇവിടെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ CPIക്ക് കൊടുത്ത സീറ്റ് 4 പോരാ 5 കൊടുക്കണമെന്നോ, കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണിക്ക് കൊടുത്തത് 1 സീറ്റ് കൂടി കൊടുക്കണമെന്നോ ഒന്നും ഞങ്ങൾ പറയാൻ വന്നില്ലല്ലോ. അതൊക്കെ നടന്നോളൂ, എൻ്റെ വഴിക്ക് നടന്നോളൂ. മുന്നണികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ച ഉണ്ടാവും. ലീഗിനെ സംബന്ധിച്ച് ലീഗിൻ്റെ നേതൃത്വം അഭിപ്രായം പറയേണ്ടത് ലീഗാണ്. ലീഗ് എന്തായാലും CPM-നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളൂ ലീഗിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി. ഒരിക്കലും ചുമതലപ്പെടുത്തില്ല. വലിഞ്ഞ് കയറി എന്തിനാണ് ഈ അഭിപ്രായങ്ങൾ പറയാൻ പോകുന്നത്? രാഷ്ട്രീയത്തിൽ പറയാം, പക്ഷേ അതിനും പരിമിതികളുണ്ട്. വേണ്ട എന്ന് പറഞ്ഞാൽ ലീഗ് നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാലും പിന്നെയും പറയേണ്ടത് എന്തിനാ ഈ വലിഞ്ഞു കയറിയ അഭിപ്രായം പറയാൻ നടക്കുന്നത്? അത് ഗതികേടെന്നാണ് പറയുന്നത്. അതിനെ പരമഗതികേടെന്നാണ് പറയുന്നത്. ഇനി 1-2 കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ച് ഇവിടെ മുമ്പേ പറഞ്ഞു അടച്ചിട്ട മുറിയെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് പറയാം. അതേക്കുറിച്ചാണ് പറയുന്നത്. നേതാക്കൾ മാത്രമല്ല, ഇവിടെ പബ്ലിക് ഡൊമൈനിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്നലെ അദ്ദേഹം എന്താ പറഞ്ഞതെന്നും അദ്ദേഹത്തെ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നും അവർ രണ്ടുപേരും അതിനെക്കുറിച്ച് വ്യക്തത വരുത്തി. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഇവിടെ അടച്ചിട്ട മുറിയെക്കുറിച്ച് പറയുമ്പോൾ കേരള ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അടച്ചിട്ട മുറിയിലായിരുന്നല്ലോ വീഡിയോ വെച്ചിരുന്നത്, ക്യാമറ വെച്ചിരുന്നത്. ആരാ വെച്ചത്? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ. അദ്ദേഹം നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ എന്തിൻ്റെ പേരിലാണ്? ഞാൻ പറയേണ്ടതില്ലല്ലോ. പിന്നെ തീവ്രത അളക്കുന്ന മെഷീനുമായിട്ട് നടക്കുന്ന ഞങ്ങളല്ലോ. മറ്റൊരു കാര്യം കൂടി ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ സംബന്ധിച്ച് ഞാനൊന്ന് പറയാം. 92 മാർച്ച് 1-ാം തീയതിയാണ് VS അച്യുതാനന്ദനെ മാറ്റിക്കൊണ്ട് ശ്രീ EK നായനാരെ മാറ്റിക്കൊണ്ട് പഴയ അസംബ്ലിയിലാണ് EK നായനാരെ മാറ്റിക്കൊണ്ട് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റെടുത്തത്. VS അച്യുതാനന്ദൻ 1-ാമത്തെ റോയിലേക്ക് മാറിയപ്പോൾ ശ്രീ EK നായനാർ 2-ാമത്തെ റോയിലേക്ക് മാറേണ്ടി വന്നു. പഴയ അസംബ്ലിയാണ്, സീറ്റിൻ്റെ പരിമിതികളുണ്ട്. 92 മാർച്ച് 1-ന് അന്ന് മാധ്യമങ്ങൾ ചോദിച്ചു, അങ്ങ് പുറകോട്ട് മാറി പുറകിലത്തെ റോയിലേക്കായാലോ, മുമ്പിലത്തെ റോയിലേക്ക് VS അച്യുതാനന്ദൻ വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുമ്പിലത്തെ റോയിൽ ഇരുന്നാൽ പോരാ, ബുദ്ധി കൂടി വേണം എന്ന് പറഞ്ഞത് കോളം ന്യൂസായി വന്നത്, മാതൃഭൂമിയിൽ ഉൾപ്പെടെ കോളം ന്യൂസായി വന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അന്നത്തെ പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞതാണ്. ഇനി 1-2 കാര്യങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. EMS-ന്റെ മകൻ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഗൗരിയമ്മയെ ആക്ഷേപിച്ചതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, തന്നെ സംസ്ഥാന സമിതിയിൽ കൗരവ സഭയിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നതുപോലെ തന്നെ ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന് അവർ പരസ്യമായി പറയുകയും അവരെ സംബന്ധിച്ച് ഗീത എന്ന എഴുത്തുകാരിക്ക് കൊടുത്ത അഭിമുഖത്തിൽ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി KK രമയെക്കുറിച്ച് EMS-ന്റെ മരുമകൻ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. എന്തിനേറെ VS അച്യുതാനന്ദൻ സോണിയാഗാന്ധിയെ ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗം ഞാൻ പറയേണ്ടതുണ്ടോ? സിന്ധു ജോയിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പദപ്രയോഗം ഞാൻ പറയേണ്ടതുണ്ടോ? ലതിക സുഭാഷിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പദപ്രയോഗം ഞാൻ പറയേണ്ടതുണ്ടോ? മൂന്നാറിൽ ഈ എം എം മണി പിന്നെ നിങ്ങളുടെ ആസ്ഥാന തെരുവിളിപ്പുകാരനാണല്ലോ. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും പരസ്യമായി മൈക്ക് വെച്ച് കെട്ടി എന്ത് പറഞ്ഞാലും അദ്ദേഹം മറ്റേ പണിയാണെന്നും അടച്ചിട്ട് മറ്റേ പണിയാണെന്നും അതുപോലെ തന്നെ മറ്റേ പ്രിൻസിപ്പളിനെ കുറിച്ചും പിന്നെ പോളിടെക്നിക്കിനെ അല്ലല്ല, ഒരു മിനിറ്റ്. കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ പറഞ്ഞ മുഴുവൻ മോശം പദപ്രയോഗങ്ങളും കൊണ്ട് അങ്ങേക്ക് വേണമെങ്കിൽ ഇതിനെ താരതമ്യം ചെയ്യാം. അല്ലല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞതാണ്. ഞാൻ അതിലേക്ക് വരുന്നത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അത്തരത്തിൽ മിതത്വം പാലിക്കേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പത്രസമ്മേളനത്തിനിടയ്ക്കോ പൊതുയോഗത്തിലോ അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം സ്വകാര്യ സംഭാഷണത്തിൽ നടത്തിയിട്ടുള്ളത് അവിടെ മൈക്കുണ്ട് എന്നറിയാത്ത രീതിയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആരെക്കുറിച്ച് പറഞ്ഞു, അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ടുമുണ്ട്. മൈക്ക് വെച്ച് കെട്ടി പുലഭ്യം പറഞ്ഞിട്ട് എം എം മണിയുടെ അത് കൊളോക്കിയൽ ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞ നേതാക്കന്മാർ എവിടെ ഉള്ളത്? അതേ പാർട്ടിക്കാർ ന്യായീകരിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന KPCC അധ്യക്ഷൻ പറയുമ്പോഴും ആ ചോദ്യം ഉന്നയിക്കാനുള്ള ധാർമ്മികമായ അവകാശം മാധ്യമങ്ങൾക്കുണ്ട്. ആ സമയത്ത് ഇതിനു മുമ്പ് അത് പറഞ്ഞില്ലേ ഇത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഏത് സാഹചര്യത്തിൽ പത്രസമ്മേളനത്തിലാണോ അല്ലെങ്കിൽ മൈക്ക് വെച്ചിട്ടാണോ? ഏത് സാഹചര്യത്തിലാണെങ്കിലും അല്ല, കേരളത്തിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഒരു പാർട്ടിയെ നയിക്കുന്ന നേതാവിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഭാഷയാണ്. ഏത് സാഹചര്യത്തിൽ MV ഗോവിന്ദനാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയോ? ഞാൻ പറഞ്ഞതല്ല, ഏത് സാഹചര്യത്തിലായാലും ഞാൻ പറഞ്ഞത് കേൾക്കൂ. MM മണി മൈക്ക് വെച്ച് കെട്ടി പറയുമ്പോ അപ്പൊ അതൊക്കെ അന്ന് പറയുമ്പോ കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നു, അവർ ആരാണോ പറഞ്ഞിട്ടുള്ളത്
അദ്ദേഹത്തിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. ആരെക്കുറിച്ചാണോ പറഞ്ഞത് അദ്ദേഹം വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അത് അവരെ തമ്മിൽ അവിടെ പബ്ലിക് ഡൊമൈനിൽ വരാനിടയായ സാഹചര്യം അവിടെ മൈക്ക് ഓൺ ചെയ്തിരുന്നുകൊണ്ടും അത്തരത്തിൽ ഒഫീഷ്യലായി നടന്നുള്ള വാചകങ്ങളല്ല അവിടെ. അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിൽ പരസ്യമായി VS അച്യുതാനന്ദൻ നടത്തിയുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ സംബന്ധിച്ച് ഇതൊന്നും പരസ്പരം പറഞ്ഞു തീർക്കേണ്ട വിഷയങ്ങളല്ല. താങ്കൾ പറഞ്ഞ് ഞാൻ യോജിക്കുന്നു, പറഞ്ഞു തീർക്കേണ്ട. പക്ഷേ LDF-ലെ ഒരു നേതാവിന് ഇതിനെക്കുറിച്ച് പറയാനുള്ള അവകാശമില്ല എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കാരണവശാലും അവർക്കാർക്കും പറയാനുള്ള അവകാശമില്ല. പിന്നെ ഈ അടച്ചിട്ട മുറിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പറയേണ്ടി വരും. തീവ്രത അളക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നുള്ളൂ. ഞാൻ അതിലേക്ക് പോകുന്നില്ല.